നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്പനി മുതലാളി തിരിച്ചെത്തിയോ? കുറച്ച് മാസങ്ങൾക്കുള്ളിലേ ഈ കുടുംബത്തിന്റെ ബിസിനസിനെക്കാളും മേലെയായിരിക്കും നിന്റെ ബിസിനസ് എന്ന് പറയുന്ന കേട്ടു. ശരിയാണോ? കാപ്പി കാപ്പി നീ ഇട്ടതാണോ? അല്ല, ഞാൻ വന്നപ്പോ രാജേട്ടൻ കാപ്പി ഇടുന്നുണ്ടായിരുന്നു. ഓ, രാജു ഉണ്ടാക്കി നീ സപ്ലൈ ചെയ്യാൻ വന്നല്ലേ? ഏട്ടൻ പറയുന്ന പോലെ ഈ വീടിപ്പോ ഒന്ന് ചലിക്കണമെങ്കിൽ നീ വേണോ അല്ലേ? ഞാനങ്ങനെയൊന്നും കരുതിയിട്ടില്ല. രാജേട്ടൻ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. അയ്യോ, നീ എത്ര തളർന്ന് സംസാരിക്കൊന്നും വേണ്ട. നിന്റെയൊക്കെ ഉള്ളിൽ എന്താന്നേ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അച്ഛനും അതെ, മോളും അതെ. ഈ കുടുംബത്തോടുള്ള പകയും കൊണ്ടേ എന്തിനു തയ്യാറായി നടക്കുക? ഈ കുടുംബത്തിനോട് എനിക്ക് എന്തിനാ പക? ഞാൻ എപ്പോഴാ നിങ്ങളോടൊക്കെ പക വെച്ച് പെരുമാറിയിട്ടുള്ളത്? ഗതി ഇടുമ്പോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാ അതിനെ എന്തിനാ മാഡം അഹങ്കാരമായിട്ട് കരുതുന്നേ? നിന്റെ അച്ഛന്റെയും മുന്നിൽ തോറ്റ് മമ്മി മാളത്തിൽ ഒളിച്ചെന്നാണോ കരുതുന്നേ? മമ്മിയെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഒരുങ്ങിയിരുന്നോ? അടുത്ത അടിയെ ഏത് രൂപത്തിലാ കിട്ടുന്നേന്ന് പറയാൻ പറ്റില്ല. ചെല്ല്. തിരുവനന്തപുരം നഗരത്തിലെ മണക്കാട് ഏരിയയിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ച ഹോട്ടലിൽ നിന്നും ഇഡലിയും ഇടിയപ്പവും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. 25ഓളം പേർ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. നഗരത്തിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യവിഷബാധയ്ക്കെതിരെ കടുത്ത നടപടികൾ തന്നെ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എന്താ? ഒന്നുമില്ല, ഞാൻ ആ ന്യൂസ് കേട്ടപ്പോ. അതോ പറഞ്ഞതിനൊക്കെ പകരം വിട്ടിട്ടേ പോവൂന്ന് തീരുമാനിച്ചോ? അല്ല മാഡം, ഒന്നിറങ്ങി പോവാവോ? ഹലോ നന്ദിനി. ആരതി, ഇപ്പൊ ഒരു ന്യൂസ് കണ്ടു. സിറ്റിയിൽ എവിടെയോ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാനും കണ്ടു. അത് നമ്മള് ഫുഡ് കൊടുത്ത ഏരിയ അല്ലേ? അതെ നന്ദിനി, പക്ഷേ ന്യൂസിൽ ഹോട്ടലിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാള് ആ ഹോട്ടലിന്റെ ഉടമയൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ അയാളെ 2-3 തവണ വിളിച്ചു. തിരക്കായിരിക്കും. അയാൾ കോൾ എടുത്തില്ല. ആരതി, ഇടിയപ്പോ ഇഡ്ഡലിയും കഴിച്ചവർക്ക് ആ കുഴപ്പമെന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷൻ പോലെ. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഒന്നുകൂടി ഒന്ന് വിളിക്കാം. എന്നിട്ട് നിന്നോട് വിളിച്ച് വിവരം പറയാം. നമ്മള് നല്ല സാധനങ്ങൾ വെച്ചല്ലേ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നേ. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഇത് വേദമരത്തിന്റെ ഫോണിലാ കണ്ട്. എന്തായാലും നീ ടെൻഷൻ ആവണ്ട. നമ്മൾ കൊടുത്ത ഫുഡ് ആയിരിക്കില്ല, ആ ഹോട്ടലും ആയിരിക്കില്ല. കിടന്ന ഇനി ഉറക്കം വരില്ല. നീ വിവേകിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമോ നോക്ക്. ശരി. ഞാൻ താന്നിയൂരമ്മയുടെ മുന്നിലാ നിൽക്കുന്ന. അമ്മ നമ്മളെ കൈവിടില്ല. നീ അത് മനസ്സിലിട്ട് വലുതാക്കാതെ നീ സമാധാനമായിട്ട് നിൽക്കേ. ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിക്കാം. ദേവി, പിടിച്ചു നിൽക്കാൻ ഒരു മാർഗം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഒരുപാട് ശത്രുക്കളുണ്ട്. എന്തെങ്കിലും ഒന്ന് വന്നു കേൾക്കാൻ അവരെ കൊതിക്കുന്നുണ്ട്. ഞങ്ങളെ കാത്തോളണേ, കൂടെ നിൽക്കണേ.
തന്നെയാണോ വീട്? അതെ സർ, ഇത് തന്നെയാണ്. എന്താ സാറേ? ആരതിയുടെ അവളെ ഇങ്ങോട്ട് വിളി. ആരതി, ഇങ്ങോട്ടൊന്ന് വന്നേ. ആരതി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ആരതി, എന്റെ കട ഇവര് പൂട്ടിച്ചു. എത്ര പേരാണ് ആശുപത്രി കിടക്കുന്നതെന്നറിയൂ? അയ്യോ, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കി ഏൽപ്പിച്ചേ? ചന്ദ്രേട്ടാ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഒരുമാതിരി തോന്നിയാസം പറയരുത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ ഇടിയപ്പം വാങ്ങിയത്? അത് കഴിച്ചിട്ടാ ആപത്തുണ്ടായത്. വിവേക്, ഇനി ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? ആരെങ്കിലും ചത്തുപോയാ നിങ്ങൾക്കെന്താ അല്ലേ? ചന്ദ്രേട്ടാ, ഇവര് നന്നായിട്ട് തന്നെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നോട് പറയണ്ട, ദാ ഇവരോട് പറഞ്ഞു. നിങ്ങളുടെ ലൈസൻസ് എവിടെ? സാർ, അത് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ ഫുഡ് ഉണ്ടാക്കി വിതരണം ചെയ്യാമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ചോദിച്ചത് കേട്ടില്ലേ? സർ, സർ, ലൈസൻസിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്. ഇയാൾക്ക് മാത്രമാണോ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതോ വേറെ ഏതെങ്കിലും ഹോട്ടലുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല സർ, ഇവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാറേ, എന്റെ മോശം സമയത്തിനാ ഞാൻ ഇവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഞാൻ വിചാരിച്ചു വീട്ടിനകത്താണല്ലോ, അപ്പൊ വൃത്തിയായിട്ട് ചെയ്തു തരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ